നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ കുട്ടികൾക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ തമ്മിൽ കണ്ട് ഞെട്ടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ശ്രദ്ധിച്ച് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുക, കാണുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം +2 സേ കഴിഞ്ഞു, വാല്യുവേഷൻ തുടങ്ങി. വാല്യുവേഷൻ 1-2 ദിവസങ്ങൾക്ക് വാല്യുവേഷൻ അല്ല, എല്ലാ വിഷയങ്ങളുടെയും കഴിയും. അന്നേരം എങ്ങനെ ഉണ്ടായിരുന്നു വാല്യുവേഷൻ എന്നൊക്കെ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ കൃത്യമായിട്ട് ഇടുന്നതാണ്. എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ ഒരു ഓൺലൈൻ ബാച്ച് സേയുടെ നടത്തിയതാണ്. ഒരു 100% അല്ല 101% ഡെഡിക്കേഷൻ ആയിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സേക്ക് റെഗുലർ ബാച്ചിനെക്കാട്ടി കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, മുൻഗണന കൊടുക്കണം. കാരണം സേ 1 ഇയർ ആണ്, ഒരു വർഷം നമുക്ക് ലാഭിക്കാം. ഈ വട്ടം എടുത്തേ പറ്റൂ. കാരണം നമ്മൾ പറഞ്ഞ ദിവസത്തിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം മുമ്പേ ഫുൾ പോർഷൻസ് കവർ ചെയ്ത് കൊടുത്തു. അവർക്ക് അതിനകത്ത് അത് മാത്രം കണ്ടുപിടിച്ചാൽ എല്ലാ വിഷയത്തിനും ഡബിൾ പാസ് മാർക്ക് മേടിക്കുക. അത് സയൻസ് ആയിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് സേയുടെ ഈ വർഷത്തെ ഒരു 90% സബ്ജക്റ്റും അത്ര എല്ലാ വർഷത്തിനും കൂട്ടി. ഇതുവരെയും സേയുടെ എത്ര വർഷം, 25 കൊല്ലമായോ 20 കൊല്ലമായോ, അതിനകത്ത് ഏറ്റവും പ്രയാസമായിരുന്നു ഈ വട്ടത്തെ സേ. പൊതുവെ ഇപ്പം നമ്മുടെ ഓൺലൈനിലെ കുട്ടികൾ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വരുന്ന 80,000 കുട്ടികൾ, തോറ്റ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. നമുക്ക് പരിമിതമായ കുട്ടികൾ, അവർ ഗംഭീരമായിട്ട് എഴുതിയിട്ടുള്ളവരുണ്ട്, നന്നായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവരെല്ലാം നന്നായിട്ട് എഴുതി. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നല്ല, ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നു. ഇങ്ങനെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ ഇടേണ്ടത്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഏത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു, കാരണം സേ ആണ്, അവരൊരു വർഷം സേവ് ചെയ്യേണ്ടതാണ്. അന്നേരം ഒന്നുമില്ലെങ്കിൽ ഒരു വെയിറ്റേജിനനുസരിച്ച് പല വിഷയങ്ങളും, ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഏതായിക്കോട്ടെ, നിങ്ങൾക്ക് കമൻസ് ഇടാം. പലതും വെയിറ്റേജിനനുസരിച്ച് പോലും അല്ല ക്വസ്റ്റ്യൻ ഇട്ടത്. അത് കുട്ടികളെ തീർത്തും നിരാശപ്പെടുത്തി. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകർ നോക്കണം, ക്വസ്റ്റ്യൻ ഇടുന്നവർ നോക്കണം, വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകർ കുട്ടികൾക്ക് അത്യാവശ്യമൊക്കെ മാർക്കിട്ട് കൊടുക്കാൻ നോക്കണം. കാരണം കഷ്ടമല്ലേ, അവർ പഠിച്ചിട്ടും നിങ്ങൾക്ക് അധ്യാപകർക്ക്, ഇപ്പം ഞാനും അധ്യാപകനാണ്, അധ്യാപകർക്ക് അറിയാം നമുക്ക് ക്വസ്റ്റ്യൻ ഇത് സേക്ക് പറ്റിയ ക്വസ്റ്റ്യൻ അല്ല, ഇച്ചിരി ഹാർഡായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊരു 2 മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ മാർക്ക് കൂടുതലിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കാം. നമുക്കതല്ലേ പറയാൻ പറ്റൂ. പക്ഷേ ക്വസ്റ്റ്യൻ ഇടുന്ന അധ്യാപകരായാലും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പരീക്ഷ തന്നെയാണ്. കാരണം അവർക്ക് ഒരു മീഡിയം ടൈപ്പ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇടേണ്ടിയിരുന്നത്. പക്ഷേ റെഗുലർ സ്റ്റുഡൻസിനെക്കാട്ടിൽ ബുദ്ധിമുട്ടിയ പല വിഷയങ്ങളും, അത് ഹ്യൂമാനിറ്റീസും കൊമേഴ്സോ സയൻസോ പല വിഷയങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല, പല വിഷയങ്ങളും റെഗുലർ സ്റ്റുഡൻസിനെക്കാട്ടിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടും. അത് തീർത്തും നിരാശാജനകമാണ്. വാല്യുവേഷനിൽ അത് ബാലൻസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അധ്യാപകർ, എന്തെങ്കിലും മനുഷ്യപ്പെട്ടുള്ളവരാണ് അധ്യാപകർ, നോക്കുന്ന അധ്യാപകർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് ഇടുമെന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അന്നേരം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവരും സേവ് 1 ഇയർ, എല്ലാവരും ഒരു വർഷം സേവ് ചെയ്യട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഷ നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.